ഓ കണ്ണാടി വെക്കാൻ പോണ. വാ സൂപ്പർ. കണ്ണാടി വെച്ചോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ടുള്ള കുക്കിംഗ് പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വിശക്കുന്നില്ലേ? ഇരിക്കൂടെ. ഫുഡ് ഉണ്ടാക്കണ്ടേ നമുക്ക്? ഓ കണ്ണാടി ഇവിടെ ഇട്ടാ. ശരി, ഫുഡ് ഉണ്ടാക്കാം നമുക്ക്. എന്തുവാ കഴിക്കാൻ വേണ്ട? ചിക്കനോ? രാവിലെയോ? ചിക്കൻ വാങ്ങിയില്ലല്ലോ. തേങ്ങയോ? തേങ്ങ നമുക്ക് പിന്നെ പൊട്ടിക്കാം. തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിക്കാനാണ് രാവിലെ തൊട്ട് പറയുന്നത് അല്ലേ? പോവാന്നോ? വണ്ടി പോവാന്നോ? എവിടെ എവിടെ? വണ്ടിയിലോ? ആക്ക് വാങ്ങാനോ? ചെള്ളൂട്ടായി വാങ്ങാനോ? മേലെ ഉണ്ടാ? തേങ്ങ ഇല്ലേ? എടുക്ക അവിടെ ഇരിക്കും. എടുക്കാം നമുക്കിപ്പം രാവിലെ കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കണ്ടേ? വീഴും മര്യാദക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ നമുക്ക്? അമ്മ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാ. ചെല്ലുമുട്ടായി ഇപ്പൊ കഴിച്ചൂടാ. ഇവിടെ എനിക്ക് അമ്മ എടുത്തു തരാം. ഇതാണ് അയനയുടെ ചെള്ളുമുട്ടായി. ഈ ചെല്ലുമുട്ടായിക്കാണ് അയന പറയുന്നത് കേട്ടോ, ചെള്ളുമുട്ടായി. രാവിലെ തന്നെ ഇതൊന്നും കഴിച്ചൂടാ. കഴിക്കോ? കഴിച്ചൂടാന്ന് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? കഴിക്കണ്ടേ? നല്ല കുട്ടിയാണോ? ഗുഡ് ഗേളാണോ അയര? ചെല്ലുമുട്ടായി മതിയോ? സ്പൂണോ? കുഞ്ഞു സ്പൂൺ കാണുന്നില്ല, അമ്മ നോക്കട്ടെ. പതുക്കെ അങ്ങനെ കുത്തി അത് ഇളകത്തില്ല. കൊള്ളാമോ? സൂപ്പറാണോ? ഇങ്ങോട്ട് നോക്ക്. സൂപ്പറാ. അങ്ങനെ രാവിലെ തന്നെ അയറ ജെല്ലുമുട്ടായിയൊക്കെ കഴിച്ചിരിക്കുവാണ് കേട്ടോ. നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോകാവേ. ഇപ്പൊ തന്നെ കുറെ സമയം പോയിട്ടുണ്ടേ. സാധാരണ ഹോളിഡേ ആയാൽ തന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഐറയായിട്ട് കളിച്ചൊക്കെ തന്നെ ഒരുപാട് സമയം പോയിട്ടുണ്ടേ. ഇപ്പൊ തന്നെ ഏകദേശം ലഞ്ചൊക്കെ ആവാനായിട്ടുള്ള ടൈമായി തോന്നുന്നു. ഓട്സ് തീരുമ്പോ ഓരോ പാക്കറ്റ് ഇങ്ങനെ മേടിച്ചു വെക്കും കേട്ടോ. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യങ്ങളിലൊക്കെ ഓട്സ് ദോശയോ അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ. ഇതാവുമ്പോൾ വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ വേഗം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആകുമല്ലോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഓട്സ് ദോശയൊക്കെ ആക്കുമ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. എന്നാലേ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ. അങ്ങനെ ഓട്സിൽ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടോ. അത് കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. പരിപ്പ് കറി വെക്കാന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ച്. അങ്ങനെ പരിപ്പ് കഴുകി വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോ അയറയും കൊണ്ട്. എപ്പോഴും ഇങ്ങനെ വീട്ടിനകത്തിരിക്കുമ്പോൾ അയറയ്ക്ക് ഒരു മടുപ്പാണേ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് പരിപാടിയും അങ്ങനെയൊക്കെ ആയിട്ട് അയറയായിട്ടെല്ലാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവൾക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പുറത്തൊക്കെ ആയിരിക്കെ. കഴിഞ്ഞ ദിവസം പുറത്ത് ചെരുപ്പിടാതെ ഇറങ്ങി ഉറുമ്പ് കടിച്ചതിന് ശേഷം ആളെപ്പോഴും ഇപ്പം ഇറങ്ങി കഴിഞ്ഞ ചെരുപ്പിട്ടേ വരത്തുള്ളൂ. ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളത് ഓർത്ത് വെച്ചിട്ട് പിന്നെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പം നല്ല വെയിലുള്ള ക്ലൈമറ്റ് ആണേ. അതുകൊണ്ട് തന്നെ തെങ്ങിലെ തേങ്ങയൊക്കെ ഇങ്ങനെ നല്ലോണം ഉണങ്ങിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വീഴുന്നുണ്ടേ. കഴിഞ്ഞ ദിവസം തേങ്ങ വെട്ടുന്ന ചേട്ടനെ വിളിച്ചിട്ട് ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. പരിപ്പ് കറി വെക്കാൻ വേണ്ടി പരിപ്പും കുക്കറിൽ വെച്ചിട്ട് പുറത്തിറങ്ങി മുരിങ്ങയുടെ ചുവട്ടിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ പ്ലാനൊക്കെ മാറി കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് മുരിങ്ങയിലയും കൂടെ പരിപ്പിലിട്ടിട്ട് അങ്ങനെ കറി വെക്കാമെന്ന് ആക്കി. സാധാരണ ഞങ്ങൾ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനെ കറി വെക്കാറില്ല കേട്ടോ. പരിപ്പ് വെക്കുമ്പോൾ പരിപ്പ് മാത്രമേ അങ്ങനെ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ശരിക്കും കണ്ണൂർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പരിപ്പിൽ ഓരോ സംഭവങ്ങളും മറ്റ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ കറി വെക്കാൻ വേണ്ടി പഠിച്ചത്. പരിപ്പിലിങ്ങനെ മറ്റ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കറി വെക്കുമ്പോഴത്തേക്കും പരിപ്പിന്റെ ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ കിട്ടേണ്ടത്. മറ്റ് അതിലെന്താണോ സംഭവം ആഡ് ചെയ്യുന്നത് അത് അതിന്റെ പരിപ്പിന്റെ ക്വാണ്ടിറ്റിയേക്കാളും
കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇലക്കറി കുറച്ചേ അതിൽ കുറച്ച് മുരിങ്ങയിലേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവസാനം കുറച്ച് തേങ്ങയും കൂടെ അരച്ച് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കസേരയൊക്കെ കൊണ്ടിട്ട് ടാപ്പിൻ്റെ അടുത്ത് ആള് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ എവിടെ ആയാലും അതിൽ പിന്നെ കളിയാണേ. ഞാനിങ്ങനെ പാത്രമൊക്കെ കഴുകി വയ്ക്കും, അവളത് വീണ്ടും എടുത്തിട്ട് അലമ്പും, ഞാൻ വീണ്ടും കഴുകി വെക്കും. ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വേഗം സങ്കടമാവും കേട്ടോ. പിന്നെ അവിടെ നിന്ന് കരയാൻ തുടങ്ങുവേ. വീണ്ടും അവളെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ തന്നെ കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അധികം അങ്ങനെ ആളോട് ദേഷ്യപ്പെടാറൊന്നുമില്ല കേട്ടോ. വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൽ കളിക്കുവാണെങ്കിൽ കുറച്ച് സമയം കളിച്ചോട്ടെ എന്നങ്ങ് വിചാരിക്കും. കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചു വെച്ചതാണ് കേട്ടോ. ഇവിടത്തെ കുറേ ഐറ്റംസ് മീനിന്റെ പേരുകളൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. ആദ്യം നേരെ നെത്തോലി കുറച്ച് കഴുകി ഇന്നത്തേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് മാറ്റിയെടുത്ത് കേട്ടോ. എന്നിട്ട് അത് ഫ്രൈ ആക്കാൻ ഇട്ടതിന് ശേഷം ബാക്കി ഫിഷൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ മീനിന്റെ പേരൊന്നും എനിക്കറിയില്ലേ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ കുളത്തിലൊക്കെ ഉള്ളൊരു ടൈപ്പ് മീനുണ്ടല്ലോ, കുറച്ച് നല്ല, നമ്മുടെ അവിടെ വളർത്തിയ മീനെന്നാണേ പറയുന്നത്. അതിന്റെ ഒരു ചെറിയ കുട്ടി ടൈപ്പ് പോലെ ഉണ്ട്. ഇപ്പൊ കയ്യിലുള്ളത് നല്ല പുതിയ കത്രിക ആയതുകൊണ്ട് തന്നെ മീൻ വെട്ടലൊക്കെ വളരെ വേഗം കഴിയും കേട്ടോ. മീനൊക്കെ കൂടുതലും മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേ ദിവസം തന്നെയാണ് കേട്ടോ കൂടുതലും കഴുകി വെക്കാറ്. പക്ഷെ തീരെ സമയമില്ലെങ്കിൽ മാത്രം അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നേരത്തെ കഴുകി വെക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വേഗം എടുത്ത് കുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ മീൻ മുഴുവൻ വെട്ടി ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചത്തെ ലഞ്ചൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഓറഞ്ചാണ് കേട്ടോ. ജ്യൂസ് അടിക്കാനും അതെ, അതുപോലെ തന്നെ വെറുതെ കഴിക്കാനായാലും നല്ല ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. ഹൈറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.